ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയുടെ പുരാതന നാമധേയം ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു. ധൃതരാഷ്ട്രരുടെ ആജ്ഞയനുസരിച്ച് പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നു. ഇത് പട്ടണരൂപത്തിൽ നിർമ്മിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണെന്നാണ് ഐതിഹ്യം. ഗാന്ധവ വനത്തെ ഇന്ദ്രൻ സംരക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ദ്രൻ സംരക്ഷിച്ച സ്ഥലത്തിന് ഇന്ദ്രപ്രസ്ഥം എന്ന് പേരുണ്ടായി. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായത്തോടെ അർജുനൻ ഗാന്ധവ വനം അഗ്നിക്ക് ഭക്ഷണമാക്കി തീർത്തു. ആ വനദഹനത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടതിനാൽ ദാനവശില്പിയായ മയൻ സന്തുഷ്ടനായി. പ്രത്യുപകാരമായി അദ്ദേഹം പാണ്ഡവർക്ക് ഒരു രാജ്യസഭ നിർമ്മിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രപ്രസ്ഥമെന്ന നഗരവും പാണ്ഡവർക്കായി മയൻ നിർമ്മിച്ചു. ഇതാണ് ബിർള ക്ഷേത്രമായ ലക്ഷ്മി നാരായണ ക്ഷേത്രം. നഗരത്തിനുള്ളിലും വേറെയും അനേകം ക്ഷേത്രങ്ങളുണ്ട്. ഇതാണ് പുണ്യനഗരമായ മധുര. ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പറയുകയാണ്, ഹേ ദേവി, കുംഭമാസത്തിലെ അമാവാസി ദിവസം മകം നക്ഷത്രം വരുന്നതിനാൽ അന്ന് പ്രയാഗയിൽ സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യമാണ്. ആ പുണ്യം മധുര ദർശിച്ച് സ്നാനം ചെയ്താൽ എല്ലാ ദിവസവും ലഭിക്കും. അത്രയ്ക്ക് പാവനമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മഭൂമിയായ മധുര. മധുരയുടെ പുരാതന നാമധേയം മധുപുരി എന്നായിരുന്നു. ത്രേതായുഗ അവസാനത്തിൽ ശ്രീരാമന്റെ ഇളയ സഹോദരനായ ശത്രുഘ്നൻ മധു എന്ന ദാനവനെ വധിച്ച് ഇവിടെ പണി കഴിപ്പിച്ചതാണ് ഈ നഗരം. തൻ്റെ പുത്രന് അദ്ദേഹം ഈ രാജ്യം നൽകി. കാലം പിന്നിട്ടപ്പോൾ ഇവിടം യദുവംശ രാജധാനിയായി മാറി. ഇവിടം ഭരിച്ചിരുന്ന കംസന്റെ തടവറയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത്. മധുരയിൽ വളരെയധികം ക്ഷേത്രങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും പേരു പറയുക വിഷമകരമാണ്. എന്നാൽ 51 ശക്തിപീഠങ്ങളിലൊന്നായ ചാമുണ്ഡീദേവി ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മധുരയിലെ പ്രദക്ഷിണം പ്രത്യേക ഏകാദശിക്കോ അക്ഷയ നവമിക്കോ നടത്തുന്നു. പ്രദക്ഷിണം ഏകദേശം 7 കിലോമീറ്റർ ഉണ്ടായിരിക്കും. ഈ മാർഗത്തിൽ മധുരയിലെ സകല തീർത്ഥങ്ങളും ദർശിക്കാം. വന്നാനിൻ ചെഞ്ചൊടിയിന്മേൽ നറും വെണ്ണ ചോരും പുഞ്ചിരിയോടെ കുഞ്ഞിളം കയ്യാലൻ കണ്ണുകൾ പൊത്താതെ നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ കണ്ണാ, നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ കണ്ണാ, നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ. ഉണ്ണിക്കാർ വർണ്ണാനിൻ ചെഞ്ചൊടിയിന്മേൽ നറും വെണ്ണ ചോരും പുഞ്ചിരിയോടെ കാഴ്ചയാം കണിപ്പൂക്കൾ കൊതിക്കുമെൻ മനസ്സിൽ നീ അണിവാകയായി പൂത്തുനിന്നു. കാഴ്ചയാം കണിപ്പൂക്കൾ കൊതിക്കുമെൻ മനസ്സിൽ നീ അണിവാകയായി പൂത്തുനിന്നു. കൃഷ്ണ അണിവാകയായി നീ പൂത്തുനിന്നു.
കൈനീട്ടം വാങ്ങുന്ന നേരം ഞാൻ തിരുമിഴിപ്പീലിയായി മാറിടുന്നു കണ്ണാ, തിരുമിഴിപ്പീലിയായി മാറിടുന്നു. ഉണ്ണിക്കാർവർണ്ണ നിൻ ചെഞ്ചൊടിയിൻ മേൽ നറും വെണ്ണ ചോരും പുഞ്ചിരിയോടെ ഭക്തിയാം പാൽ ചോറു കൊതിക്കുമെന്നാവിൽ നീ പാലമൃതായി നിറഞ്ഞു നിൽക്കും. ഭക്തിയാം പാൽ ചോറു കൊതിക്കുമെന്നാവിൽ നീ പാലമൃതായി നിറഞ്ഞു നിൽക്കും. നിൻ തേനൂറും നാമങ്ങൾ നിറഞ്ഞു നിൽക്കും. മഞ്ഞപ്പട്ടുടയാട കൈ നീട്ടി വാങ്ങുമ്പോൾ ഹൃദയത്തിലായിരം പൂവിരിയും കൃഷ്ണ, ഹൃദയത്തിലായിരം പൂവിരിയും. ഉണ്ണിക്കാർവർണ്ണ നിൻ ചെഞ്ചൊടിയിൻ മേൽ നറും വെണ്ണ ചോരും പുഞ്ചിരിയോടെ കുഞ്ഞിളം കയ്യാലൻ കണ്ണുകൾ പൊത്താതെ നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ കണ്ണാ, നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ കണ്ണാ, നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ. ഉണ്ണിക്കാർവർണ്ണ നിൻ ചെഞ്ചൊടിയിൻ മേൽ നറും വെണ്ണ ചോരും പുഞ്ചിരിയോടെ. ഇതാണ് വൃന്ദാവനം. വൃന്ദാവനം ശ്രീ ഗോവിന്ദമൂർത്തിയിൽ നിന്നും ഭിന്നമല്ല. പരിപൂർണ ആനന്ദരൂപമായ ബ്രഹ്മം തന്നെയാണ്. ഇവിടത്തെ പൊടി സ്പർശിക്കുന്നതായാൽ തന്നെയും മുക്തി ലഭിക്കുന്നതാണ്. ആ സ്ഥിതിക്ക് വൃന്ദാവന മാഹാത്മ്യം എങ്ങനെ വർണ്ണിച്ച് ഫലിപ്പിക്കാനാണ്? വൃന്ദാവനത്തിൻ്റെ വിസ്തീർണം 84 ചതുരശ്ര നാഴികയാണ്. ഈ സ്ഥലം മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആനന്ദ നൃത്തഭൂമിയാണ്. ഇവിടെ പലയിടങ്ങളിലായിട്ടാണ് പലതരം ലീലകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട പേരിലുള്ള തീർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വൃന്ദാവനം ഭഗവാന്റെ അന്തരംഗ ലീലാസ്ഥലമാണ്. ഇവിടെയാണ് ഭഗവത് സ്വരൂപമായ വാസസ്ഥാനം ഉള്ളത്. മഥുരയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് 6 കിലോമീറ്റർ ദൂരമേയുള്ളൂ. വൃന്ദാവനത്തിൽ കേശിഘട്ടിലാണ് സൗകര്യമായി യമുനാ സ്നാനം നിർവഹിക്കാൻ കഴിയുന്നത്. മറ്റു കടവുകൾ വളരെ ദൂരെയാണ്. കംസഭടനായ കേശു കുതിരയുടെ രൂപം ധരിച്ചു വന്ന് ശ്രീകൃഷ്ണനെ കൊല്ലാൻ ശ്രമിക്കുകയും ഭഗവാൻ ആ കേശിയെ വധിക്കുകയും ചെയ്ത സ്ഥലമാണ് കേശിഘട്ടെന്ന് അറിയപ്പെടുന്നത്. തീർത്ഥാടകർ കേശിഘട്ടിൽ സ്നാനം ചെയ്താൽ വംശീവടവും ഗോപേശ്വര മഹാദേവനെയും ദർശിച്ചു വേണം മുന്നോട്ടു പോകാൻ. വൃന്ദാവനത്തിൽ 100-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ശ്രീ രംഗനാഥ ക്ഷേത്രം, ശ്രീ രാധാരമണ ക്ഷേത്രം, ശ്രീ രാധാവല്ലഭ ക്ഷേത്രം, ശ്രീദേവി വിഹാരി ക്ഷേത്രം എന്നിവയാണ് പ്രധാന ക്ഷേത്രങ്ങൾ. മഥുരയിൽ നിന്നും യമുന കടന്ന് 6 കിലോമീറ്റർ ചെന്നാൽ ഗോകുലം കാണാം. ഇവിടേക്കാണ് വസുദേവർ കാരാഗൃഹത്തിൽ നിന്നും രാത്രി സമയത്ത് ഉണ്ണികൃഷ്ണനെ കൊണ്ടുവന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ നടന്നത് ഗോകുലത്തിലായിരുന്നു.
ഗോകുലമുണരാ മാനസവനിയിൽ നിൻ കുഴൽവിളി നിറയാ താമസമെന്തേ ഗോകുലമുണരാ മാനസവനിയിൽ നിൻ കുഴൽവിളി നിറയാ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ ഗോപികളും ബാലകരും പൂമറന്ന കടമ്പുകളും തവ വിരഹേ വനമാലി കാത്തു നിൽക്കുന്നു ഗോപികളും ബാലകരും പൂമറന്ന കടമ്പുകളും തവ വിരഹേ വനമാലി കാത്തു നിൽക്കുന്നു കാർമുകിലിൻ പ്രേമവർഷം കാത്തു നിൽക്കുന്നു കാർമുകിലിൻ പ്രേമവർഷം കാത്തു നിൽക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ താമസമെന്തേ ഈ ഗോകുലമുണരാ മാനസവനിയിൽ നിൻ കുഴൽവിളി നിറയാ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ അമ്പാടിയിൽ രാധികയും അവിടത്തെ പയ്യുകളും അടിയന്റെ മാനസവും കാത്തു നിൽക്കുന്നു അമ്പാടിയിൽ രാധികയും അവിടത്തെ പയ്യുകളും അടിയന്റെ മാനസവും കാത്തു നിൽക്കുന്നു കാൽത്തളതൻ കനക ശബ്ദം ഓർത്തു നിൽക്കുന്നു ശബ്ദം ഓർത്തു നിൽക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ താമസമെന്തേ ഈ ഗോകുലമുണരാ മാനസവനിയിൽ നിൻ കുഴൽവിളി നിറയാ താമസമെന്തേ ഗോകുലമുണരാ മാനസവനിയിൽ നിൻ കുഴൽവിളി നിറയാ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇത് ഗോപി തലാബ്. ഓഖയിൽ നിന്ന് മേരൂർഡ ഗ്രാമത്തിലെത്തിയാൽ അവിടെ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഗോപി താലാബ്. ഇതൊരു ഗ്രാമീണ സരോവരമാണ്. ഈ തടാകത്തിലെ മഞ്ഞ നിറമുള്ള മണ്ണാണ് ഗോപീചന്ദനം. ഈ സരോവരത്തിൽ ശ്രീകൃഷ്ണനും ഗോപികമാരും നീരാടിയതായി പറയപ്പെടുന്നു. അഹമ്മദാബാദിലെ വൈഷ്ണവദേവി ക്ഷേത്രമാണിത്. ഇതാണ് പാണ്ഡവ ഗുഹ. വനവാസകാലത്ത് പാണ്ഡവർ ഒളിച്ചു താമസിച്ച സ്ഥലമാണിത്. ഇതാണ് രുക്മിണി ക്ഷേത്രം. പൂന്താന കവിതയിൽ പുഞ്ചിരി തൂകുന്ന പൂമാതിൻ തോഴനാം പൂന്തിങ്കളെ മഴവില്ലിൻ ചിറകേറി
കളിയാടി നീ എന്നും പൊന്നോട കുഴലുമായോടിയെത്തു കൃഷ്ണ ഗാനമമ്പനമാല കോർത്തൊരുക്കൂ പൂന്താന കവിതയിൽ പുഞ്ചിരി തൂകുന്ന പൂമാതിൻ തോഴനാം പൂന്തിങ്കളേ മലയാള ഭാഷ തൻ താമര പൊയ്കയിൽ വിടരാൻ വിതുമ്പും കവിഹൃദയം മലയാള ഭാഷ തൻ താമര പൊയ്കയിൽ വിടരാൻ വിതുമ്പും കവിഹൃദയം മൃദുകമലം വിരിയിക്കും ഒരു ഉദയ സൂര്യൻ നീയാകൂ കൃഷ്ണ ഉദയ സൂര്യൻ നീയാകൂ പൂന്താന കവിതയിൽ പുഞ്ചിരി തൂകുന്ന പൂമാതിൻ തോഴനാം പൂന്തിങ്കളേ മധുരോദാരമാം വാക്കുകളാലേ കവിതതൻ നറും പാലൊഴുകുമ്പോൾ മധുരോദാരമാം വാക്കുകളാലേ കവിതതൻ നറും പാലൊഴുകുമ്പോൾ ഒരു പാലാഴിവിടെ ഉയരുമ്പോൾ ആ പാൽക്കടലിൽ നീ ചെറുചിരിയോടെ ആയിരം നാവാൽ നീന്തുന്നു കൃഷ്ണ ആയിരം നാവാൽ നീന്തുന്നു പൂന്താന കവിതയിൽ പുഞ്ചിരി തൂകുന്ന പൂമാതിൻ തോഴനാം പൂന്തിങ്കളേ മഴവില്ലിൻ ചിറകേറി കളിയാടി നീ എന്നും പൊന്നോട കുഴലുമായോടിയെത്തു കൃഷ്ണ ഗാനമമ്പനമാല കോർത്തൊരുക്കൂ പൂന്താന കവിതയിൽ പുഞ്ചിരി തൂകുന്ന പൂമാതിൻ തോഴനാം പൂന്തിങ്കളേ പോർബന്ദർ. ഇതാണ് സുധമാപുരി. ശ്രീകൃഷ്ണ ഭഗവാന്റെ സതീർത്ഥ്യനും വലിയ ഭഗവത് ഭക്തനും ബ്രഹ്മജ്ഞാനിയുമായിരുന്ന കുചേലന്റെ ജന്മഭൂമിയാണ് സുധമാപുരി, ഇപ്പോഴത്തെ പോർബന്ദർ. സുധമാക്ഷേത്രം പട്ടണത്തിൽ നിന്ന് അല്പം വെളിയിലായിട്ടാണ്. ഇതിൽ സുധാമാവിൻ്റെയും പത്നിയുടെയും പ്രതിമകളുണ്ട്. അടുത്തുതന്നെ ജഗന്നാഥ ക്ഷേത്രവും കാണാം. ക്ഷേത്രത്തിന് വെളിയിൽ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് ചക്രവ്യൂഹം നിർമ്മിച്ചിരിക്കുന്നു. ഇതിലൂടെ നടന്നാൽ സകല പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. ഇതാണ് പ്രഭാസം. ഇവിടെ വച്ച് മരണമടയുന്നവർക്ക് സ്വർഗപ്രാപ്തി സിദ്ധിക്കുന്നു. പ്രഭാസത്തിനും പുറത്തുള്ള സമുദ്രം അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്നു. ഇവിടെ സ്നാനം ചെയ്താൽ അതിന് കിഴക്കുള്ള ത്രിവേണിയിലും സ്നാനം ചെയ്യണം. നഗരത്തിൽ നിന്ന് ഇവിടേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. നഗരത്തിന് കിഴക്കുള്ള കപിലാ നദി സരസ്വതി നദിയിലും, സരസ്വതി നദി ഹിരണ്യനദിയിലും, ഹിരണ്യനദി സമുദ്രത്തിലും എത്തിച്ചേരുന്നു. ഇതാണ് പ്രവാസി തീർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽവെള്ളയിൽ വേടന്റെ അമ്പുകൊണ്ട് മുറിവേറ്റപ്പോൾ
ആ തൃപ്പാദങ്ങൾ ഇവിടെ വന്നാണ് കഴുകിയത്. ആ പാപരക്തം കഴുകിക്കളഞ്ഞ സ്ഥലത്ത് സ്നാനം ചെയ്താൽ സകല പാപങ്ങളും തീരുമെന്നാണ് സങ്കല്പം. ഇതാണ് ഭാലകതീർത്ഥം. ഈ വൃക്ഷച്ചുവട്ടിലിരിക്കുമ്പോഴാണ് ഭഗവാൻ കൃഷ്ണന്റെ പാദത്തിൽ വേടന്റെ ബാണം തറയ്ക്കുന്നത്. ഈ സ്ഥലത്തു വച്ചാണ് കൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞത്. ഇതാണ് യാദവസ്ഥലി. ഹിരണ്യ നദീതീരത്താണ് ഈ സ്ഥലം. യാദവ വംശം അന്യോന്യം കലഹിച്ച് മരിച്ചത് ഇവിടെ വച്ചാണ്. ഇതാണ് ബാണതീർത്ഥം. ഇവിടെ ശശിഭൂഷണ ശിവന്റെ ക്ഷേത്രമുണ്ട്. ബാണതീർത്ഥത്തിന് 4 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാലൂപുര ഗ്രാമത്തിലാണ് ഭാലകതീർത്ഥം. ഇതിനടുത്തു തന്നെ മോക്ഷശ്വത്ഥത്തിന് ചുവട്ടിൽ ഭാലേശ്വര ക്ഷേത്രവുമുണ്ട്. ഇവിടെ നിന്നാണ് ജര എന്ന വേടൻ ശ്രീകൃഷ്ണപാദത്തിൽ അമ്പയച്ചത്. അതിപുരാതനവും പുരാണപ്രസിദ്ധവുമായ തീർത്ഥമാണ് പ്രഭാസം. യാദവ വംശം നശിക്കാൻ പോകുന്നത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് പ്രഭാസത്തിൽ പോകാൻ ആജ്ഞാപിച്ചു. യാദവ വംശത്തിൻ്റെ അന്ത്യം ഇവിടെ വച്ചാണ് സംഭവിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും ഇവിടെ വച്ചാണ് സ്വധാമത്തിലേക്ക് യാത്രയായത്.
ഇതാണ് ദ്വാരക. അതിപാവനധാമങ്ങളായി അറിയപ്പെടുന്ന ചതുർധാമങ്ങളിൽ 4-ാമത്തേതും 7 മോക്ഷദായികളായ പുരികളിൽ 6-ാമത്തേതുമാണ് ദ്വാരക. ഓഖ തുറമുഖത്തു നിന്നും 30 കിലോമീറ്റർ ഇപ്പുറമാണ് ദ്വാരക സ്റ്റേഷൻ. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ അകലെ ഗോമതി തീരത്താണ് പ്രധാന കൃഷ്ണക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തിന് പിന്നിൽ തെക്കു പടിഞ്ഞാറായി വലിയ ആഴമേറിയ തോടുണ്ട്. ഇതിൽ സമുദ്രജലം നിറഞ്ഞിരിക്കും. ഇത് ഗോമതി നദിയാണെന്ന് പറയപ്പെടുന്നു. ഇതിൽ സംഗമഘട്ടം, നാരായണഘട്ടം, വസുദേവഘട്ടം, ഗവുഘട്ടം, സർക്കാരിഘട്ടം എന്നിങ്ങനെ തുടങ്ങി 9 ഘട്ടങ്ങളുണ്ട്. സംഗമഘട്ടത്തിൽ സംഗമനാരായണൻ്റെയും വസുദേവഘട്ടത്തിൽ ഹനുമാന്റെയും നരസിംഹത്തിൻ്റെയും ക്ഷേത്രങ്ങൾ കാണാം. ഗോമതിയിൽ സർക്കാരിഘട്ടത്തിന് സമീപമാണ് നിഷ്പാപ സരോവരം. ആദ്യം ഈ സരസിലാണ് സ്നാനം ചെയ്യുന്നത്. ഇതിനു മുമ്പ് മധുരജലമുള്ള 5 കിണറുകളുണ്ട്. ഈ 5 കിണറുകളിലെയും വെള്ളത്തിന് 5 വ്യത്യസ്ത രുചികളാണുള്ളത്. ഇതാണ് ദ്വാരകയിലെ പ്രധാന കൃഷ്ണക്ഷേത്രം. ദ്വാരകാധീശ ക്ഷേത്രമെന്നും ഇതറിയപ്പെടുന്നു. 7 നിലകളുള്ളതാണ് ഈ ക്ഷേത്രം. 4 വശവും കോട്ടയുണ്ട്. ഈ ക്ഷേത്രത്തിലെ ധ്വജം ഭാരതത്തിലെ ക്ഷേത്രധ്വജങ്ങളിൽ ഏറ്റവും ഉന്നതമായതാണ്. പ്രധാന ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന്റെ ചതുർഭുജ വിഗ്രഹമാണുള്ളത്. ശ്രീകൃഷ്ണനെ രണഛോടുരായി എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് പ്രദ്യുമ്ന ക്ഷേത്രവുമുണ്ട്. അടുത്തുതന്നെ അനിരുദ്ധന്റെ മൂർത്തിയും കാണാം. സഭാമണ്ഡപത്തിൽ ബാലദേവ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്ക് ത്രിവിക്രമക്ഷേത്രം നിൽക്കുന്നു. അവിടെ മഹാബലിയുടെയും സനകാദികളുടെയും ഗരുഡന്റെയും വിഗ്രഹമുണ്ട്. ക്ഷേത്രത്തിന് മുകളിൽ 4-ാം നിലയിൽ അംബാ വിഗ്രഹം കാണാം. വടക്ക് മോക്ഷദ്വാരത്തിനു സമീപം കുശേശ്വരം എന്ന ശിവക്ഷേത്രമുണ്ട്. കൃതയുഗത്തിൽ രൈവത മഹാരാജാവ് ഇവിടെ ദർഭ വിരിച്ച് യാഗം നടത്തി. തന്നിമിത്തം ഈ സ്ഥലത്തിന് കുശസ്ഥലി എന്ന് പേർ സിദ്ധിച്ചു. കുറച്ചുകാലത്തിന് ശേഷം കുശൻ എന്നു പേരായ ഒരു ദാനവൻ വലിയ ഉപദ്രവിയായി ഉണ്ടായി. അവനെ നശിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ സുതലത്തിൽ പോയി മഹാബലിയോട് പറഞ്ഞിട്ട് ത്രിവിക്രമനായ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവന്നു. ആയുധങ്ങൾ കൊണ്ട് ദാനവനെ കൊല്ലാൻ സാധ്യമല്ലാതായപ്പോൾ ഭഗവാൻ അവനെ ഭൂമിയിൽ കുഴിച്ചിട്ട് അതിനു മുകളിൽ അവൻ്റെ ഉപാസനാമൂർത്തിയായ കുശേശ്വരൻ്റെ ലിംഗം പ്രതിഷ്ഠിച്ചു. അനന്തരം ഭഗവാൻ അവന് വരം കൊടുത്തു. ദ്വാരകയിൽ വന്നിട്ട് കുശേശ്വരനെ ദർശിക്കാത്തവരുടെ പുണ്യത്തിൽ പകുതി അയാൾക്ക് ലഭിക്കുമെന്ന്. അതിനാൽ കുശേശ്വര ദർശനം നടത്താതെ ദ്വാരകായാത്ര പൂർണ്ണമാകുന്നില്ല. പുരാണത്തിൽ പ്രതിപാദിക്കുന്ന പ്രകാരം ഇന്ത്യയിൽ 7 പുണ്യനഗരങ്ങളാണുള്ളത്. അവ അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവാന്തിക, ദ്വാരക എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ പുണ്യനഗരങ്ങൾ സന്ദർശിക്കുക വഴി ഭക്തർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദ്വാരക കൃഷ്ണന്റെ വാസസ്ഥലമാണ്. കടൽ കൃഷ്ണഭഗവാന് കനിഞ്ഞു നൽകിയതാണത്രേ ഈ പുണ്യനഗരം. സമ്പദ് സമൃദ്ധമായ ഈ നഗരം സ്വർണപുരി എന്ന പേരിലും അറിയപ്പെടുന്നു. ദ്വാരകയുടെ ഉദ്ഭവത്തെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ഗരുഡനാണത്രേ കൃഷ്ണഭഗവാന് വേണ്ടി ദ്വാരക തിരഞ്ഞെടുത്തത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണന് കടലിൻ്റെ വരദാനമായി നൽകിയതാണ് ഈ പുണ്യനഗരം.
സുതനായ ദൈവമേ ഭാവുകം നീ പരത്തിലും ദോഷമെല്ലാം ഒഴിക്കണം മോക്ഷദായക കൃഷ്ണ ഭഗവാനേ. ദ്വാപര യുഗ ഭാവ സുന്ദര ഭാവുകം കൃഷ്ണ നീ ഹരേ. അഷ്ടമി പൂത്ത പുണ്യ തേജസ് കഷ്ടമെല്ലാം ഒഴിക്കണേ. കൃഷ്ണ ഗോവിന്ദ മാധവ ഹരേ തൃക്കടൽ കൂപം ശ്രീപദേ സച്ചിദാനന്ദ സത്യമേ കൃഷ്ണ സന്തതം വരമേ ഗണേ. കൃഷ്ണ ഗോവിന്ദ മാധവ ഹരേ തൃക്കടൽ കൂപം ശ്രീപദേ സച്ചിദാനന്ദ സത്യമേ കൃഷ്ണ സന്തതം വരമേ ഗണേ. സാന്ത്വനത്തിൻ്റെ വേണുവിൽ പൂത്ത ശാന്തസുന്ദര രാഗമേ നീ വിളങ്ങുക നിത്യഭാസുര സ്വപ്നമായി മുരളീധര. കൃഷ്ണ ഗോവിന്ദ മാധവ ഹരേ തൃക്കടൽ കൂപം ശ്രീപദേ സച്ചിദാനന്ദ സത്യമേ കൃഷ്ണ സന്തതം വരമേ ഗണേ. സാന്ത്വനത്തിൻ്റെ വേണുവിൽ പൂത്ത ശാന്തസുന്ദര രാഗമേ നീ വിളങ്ങുക നിത്യഭാസുര സ്വപ്നമായി മുരളീധര. മഞ്ജുഭാവനയിൽ തുളുമ്പും സുഗന്ധമാം ഹരി ഗോവിന്ദ. മന്ത്രമാധുരി പോലെ ജീവന്റെ മന്ത്രമാവുക മാധവ. കൃഷ്ണ ഗോവിന്ദ മാധവ ഹരേ തൃക്കടൽ കൂപം ശ്രീപദേ സച്ചിദാനന്ദ സത്യമേ കൃഷ്ണ സന്തതം വരമേ ഗണേ. പുരാതന കാലത്ത് ഭാരതത്തിൽ യയാതി എന്നൊരു രാജാവുണ്ടായിരുന്നു. ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി. ദേവയാനിയിൽ യയാതി മഹാരാജാവിന് 2 പുത്രന്മാരുണ്ടായി, യദുവും തർവസുവും. യദുവിൻ്റെ വംശത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. യാദവ വംശത്തിന് 2 ഉപവംശങ്ങളുണ്ടായി, വൃഷ്ണിവംശവും ഭോജവംശവും. വൃഷ്ണിവംശജനാണ് ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ശൂരകനായിരുന്നു. ശൂരകൻ്റെ മൂത്ത പുത്രനായ വസുദേവരാണ് ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ. ശ്രീകൃഷ്ണൻ്റെ അമ്മ കുകുരവംശജയായ ദേവകിയായിരുന്നു. ദേവകിയുടെ അച്ഛനായ ദേവതൻ്റെ സഹോദരൻ ഉഗ്രസേനനായിരുന്നു യാദവ വംശത്തിലെ അന്നത്തെ രാജാവ്. ഉഗ്രസേനൻ്റെ പുത്രനായ കംസൻ അച്ഛനെ സ്ഥാനഭ്രഷ്ടനാക്കി സ്വയം രാജാവായി. ശൂരസേന പുത്രനായ വസുദേവൻ ദേവകിയെ വിവാഹം കഴിച്ചു. അവളുമൊത്ത് രഥത്തിൽ സ്വഗൃഹത്തിലേക്ക് പോവുകയായിരുന്നു. സഹോദരിയായ ദേവകിയെ സന്തോഷിപ്പിക്കുവാനായി ഉഗ്രസേനപുത്രനായ കംസൻ തന്നെയാണ് തേർ തെളിച്ചത്. പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരശരീരി കംസനോടായി പറഞ്ഞു, നിന്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. കംസൻ സ്വസഹോദരിയെയും ഭർത്താവിനെയും കൽത്തുറുങ്കിൽ അടച്ചു. കാലഗതിയിൽ വസുദേവർക്കും ദേവകിക്കും 8 പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു. ഒന്നിനു പുറകെ ഒന്നായി 7 പേരെയും കംസൻ വധിച്ചു. 8ാമത് ഗർഭം ധരിച്ച ദേവകി കൃഷ്ണന് ജന്മം നൽകി. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ തൻ്റെ രൂപം, ജനനം, പ്രവൃത്തികൾ എന്നിവയെല്ലാം അതീന്ദ്രിയമാണെന്നും
അവയെ ശരിയായി അറിയുന്നവൻ ആധ്യാത്മിക ലോകത്തേക്ക് മാറ്റപ്പെടാൻ സർവഥാ അർഹനായി തീരുന്നുവെന്നും ഭഗവാൻ പറയുന്നു. ഭഗവാന് പ്രത്യക്ഷപ്പെടുവാനുള്ള സമയമായപ്പോൾ നക്ഷത്രങ്ങളും ഇതര ജ്യോതിർഗോളങ്ങളും ശുഭകരമായ നിലയിലായിത്തീർന്നു. രോഹിണി നക്ഷത്രം മംഗളകരമായി കരുതപ്പെടുന്നു. ഭഗവാന്റെ കൽപ്പനപ്രകാരം ഈറ്റില്ലത്തുനിന്നും വസുദേവർ കുട്ടിയെ എടുക്കാൻ തുടങ്ങി. അതേ നിമിഷത്തിൽ യശോദനന്ദന്മാർക്ക് ഒരു പെൺകുട്ടി പിറന്നു. ഭഗവാന്റെ ആന്തരിക ശക്തിയായ യോഗമായായിരുന്നു അവൾ. പുത്രനായ കൃഷ്ണനെയും കൊണ്ട് വസുദേവർ നടന്നു പോകുമ്പോൾ ഭഗവാൻ ശേഷൻ സർപ്പാകൃതിയിൽ വന്ന് വസുദേവരുടെ തലയ്ക്കു മുകളിൽ ഫണം വിടർത്തി മഴയുടെ ശല്യത്തിൽ നിന്നും ഭഗവാനെ രക്ഷിച്ചു. ഗോകുലത്തിൽ നന്ദമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ച് കൃഷ്ണനെ യശോദയുടെ അടുത്തു കിടത്തി. അവൾ പെറ്റ പെൺകുഞ്ഞിനെയും എടുത്ത് മടങ്ങി. ദേവകിക്ക് 8ാമത്തെ കുട്ടി ജനിച്ചതറിഞ്ഞ കംസൻ ആ കുഞ്ഞിനെ പാറയിലടിക്കാനായി ഉയർത്തി. പക്ഷേ പെട്ടെന്ന് ആ ശിശു അയാളുടെ കയ്യിൽ നിന്ന് വഴുതിച്ചാടി ആകാശത്തിൽ ഉയർന്ന് വിഷ്ണുവിൻ്റെ ഇളയ സഹോദരിയായി 8 കൈകളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. കംസനോടായി ദേവി പറഞ്ഞു, നിന്നെ കൊല്ലാനുള്ള ശിശു എനിക്ക് മുമ്പേ പിറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതു കേട്ട കംസൻ കൂടുതൽ ഭയചകിതനായി. വൃന്ദാവനത്തിൽ സർവ ഐശ്വര്യങ്ങളോടും കൂടി ബലരാമനുമൊത്ത് ശ്രീകൃഷ്ണൻ വസിച്ചു പോന്നു. ഗോകുലത്തിൽ കൗമാരകാലം പൂർത്തിയാക്കിയ കൃഷ്ണൻ മഥുരയിൽ പ്രവേശിച്ചു. അഭൂതപൂർവമായ വരവേൽപ്പ് ലഭിച്ച കൃഷ്ണനും ബലരാമനും മഥുരാ നഗരി കണ്ടു നടന്നു. അതിനുശേഷം കംസനെ വധിച്ചു. പിന്നീട് തൻ്റെ മാതാപിതാക്കളെ കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ചു. ജരാസന്ധന്റെ ആക്രമണം ഭയന്നാണ് യാദവർ ദ്വാരകയിൽ വാസസ്ഥലമുറപ്പിച്ചത്. പിന്നീട് അർജുനനും സഹോദരനായ ഭീമനെയും കൂട്ടി കൃഷ്ണനും ബലരാമനും കൂടി ജരാസന്ധനെ വധിച്ച് മഥുര സ്വന്തമാക്കി. പിന്നീട് മഹാഭാരത യുദ്ധം അനിവാര്യമാകുന്നു. ഈ യുദ്ധത്തിൽ കൃഷ്ണൻ പാണ്ഡവപക്ഷത്തും അദ്ദേഹത്തിൻ്റെ യുദ്ധപ്പട കൗരവർക്കുമായി ഭാഗിച്ചു കൊടുക്കുന്നു. മഹാഭാരത യുദ്ധം ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ ജയിച്ച പാണ്ഡവർ പിന്നീട് അശ്വമേധയാഗം നടത്തി. അങ്ങനെ ധർമ്മരാജ്യം വീണ്ടും സ്ഥാപിതമായപ്പോൾ ശ്രീകൃഷ്ണന്റെ ജീവിത ലക്ഷ്യം സഫലമായി. ജീവിത ലക്ഷ്യം പ്രാപിച്ച ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് 26 വർഷങ്ങൾ കൂടി ജീവിച്ചു. ജരാസന്ധന് ഭയമുണ്ടായിരുന്ന കാലമത്രയും അന്യോന്യം സ്നേഹസഹകരണങ്ങളോടെ കഴിഞ്ഞുവന്ന യാദവർ ദ്വാരകയിലെ സുരക്ഷിതമായ അഭയസ്ഥാനം ലഭിച്ചതോടുകൂടി സുഖഭോഗങ്ങളിൽ മുഴുകി വാഴാൻ തുടങ്ങി. യുധിഷ്ഠിര സാമ്രാജ്യം പുനഃസ്ഥാപിച്ചപ്പോൾ യാദവർ കുറെ കൂടി സുരക്ഷിതരായി. ഏതു പാപം ചെയ്യാനും അവർക്ക് മടിയില്ലാതായി. ബ്രാഹ്മണ, വൃദ്ധ, പിതൃഗുരുഗണത്തെ അപമാനിക്കുകയും സാമൂഹിക ബന്ധങ്ങളെ തകർക്കുകയും ചെയ്ത വൃഷ്ണികൾ ഇരുമ്പുലക്ക കാരണം നശിച്ചെന്നത് പ്രസിദ്ധമാണ്. ഈ ഇരുമ്പുലക്ക നാശത്തിൻ്റെ പ്രതീകമാകുന്നു. ശ്രീകൃഷ്ണന്റെ വളർത്തുമകനായ സാമ്പന്റെ വയറ്റിൽ നിന്ന് മുനിശാപം കാരണം ഇരുമ്പുലക്ക ഉണ്ടായെന്നും അത് രാഗി പൊടിച്ചു കളഞ്ഞിട്ടും കാരപ്പുല്ലുകളായി മുളച്ചു വളർന്നെന്നും യാദവർ ഈ പുല്ലു പറിച്ച് തമ്മിലടിച്ച് മരിച്ചെന്നുമാണ് കഥ. ഇപ്രകാരം ഒരു ഭാഗത്ത് പൂർണ്ണ വിജയവും മറുഭാഗത്ത് പൂർണ്ണ പരാജയവും അനുഭവിച്ച ശ്രീകൃഷ്ണൻ സമ്പൂർണനായി കർമ്മരംഗത്തുനിന്നും പിന്മാറി വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചു. ജ്ഞാനസമ്പാദനം, ധ്യാനസാധന എന്നീ അന്തിമധ്യേയങ്ങളിൽ മുഴുകിക്കഴിയവേ വേടന്റെ അമ്പേറ്റ് മൃത്യുവരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോയി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക വസതി മുങ്ങിപ്പോയില്ല. ഇവിടെയാണ് വജ്രൻ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.